5 മണിക്ക് ആദ്യ ഷോ. 1700-ലധികം സ്ക്രീനുകളിൽ പ്രദർശനം. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കോടികളുടെ കളക്ഷൻ. ഒരു ഹോളിവുഡ് ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ വിജയകഥയല്ലിത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് കുതിക്കുന്ന ഒരു ജാപ്പനീസ് ആനിമേഷൻ ചിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഹോളിവുഡ് ചിത്രങ്ങളായ അവഞ്ചേഴ്സിനും അവതാറിനും മാത്രം ലഭിച്ചിരുന്ന സ്വീകാര്യതയാണ് ഇപ്പോൾ ഡീമൺ സ്ലെയർ സീരീസിലെ പുതിയ ചിത്രമായ ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ എന്ന ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വെറുമൊരു സാമ്പത്തിക വിജയമല്ല, മറിച്ച് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൽ ആനിമേഷൻ സിനിമകൾക്കുണ്ടാകുന്ന വലിയൊരു മാറ്റത്തിൻ്റെ സൂചന കൂടിയാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ്, DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് മാത്രമാണ് ഇന്ത്യയിൽ പുലർച്ചെ 5 മണിക്ക് പോലും ആദ്യ ഷോകൾ സംഘടിപ്പിക്കാറുള്ളത്. എന്നാൽ ഡീമൺ സ്ലെയറിൻ്റെ കാര്യത്തിൽ ഈ പതിവ് തെറ്റി. ചിത്രത്തിൻ്റെ വൻ ഡിമാൻഡ് കാരണം മൾട്ടിപ്ലക്സ് ശൃംഖലകൾ പുലർച്ചെ 5 മണിക്ക് പോലും പ്രത്യേക ഷോകൾ പ്രഖ്യാപിച്ചു. പ്രമുഖ ട്രേഡ് ട്രാക്കറായ സാക്നിൽക്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം റിലീസ് ചെയ്ത് ആദ്യ 3 ദിവസത്തിനുള്ളിൽ മാത്രം 40 കോടി രൂപയിലേറെയാണ് കളക്ഷൻ നേടിയത്. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ റിലീസ് ചെയ്തെങ്കിലും ജാപ്പനീസ് പതിപ്പിനാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുണ്ടായത്. ആദ്യ ദിവസങ്ങളിൽ 49% വരെ ഒക്യുപ്പൻസി ജാപ്പനീസ് പതിപ്പ് രേഖപ്പെടുത്തി. തിയേറ്ററുകളിൽ ഈ ചിത്രം ഒരു വിരുന്നായി മാറിയത് അതിൻ്റെ അമ്പരപ്പിക്കുന്ന ദൃശ്യാനുഭവവും ശബ്ദമികവും കൊണ്ടാണ്. അവഞ്ചേഴ്സ്, അവതാർ പോലെയുള്ള ഹോളിവുഡ് ചിത്രങ്ങൾക്ക് ലഭിച്ചതിന് സമാനമായ വലിയൊരു വരവേൽപ്പാണ് ഡീമൺ സ്ലെയറിനും ലഭിച്ചത്. ഇന്ത്യയിലെ 1700-ലധികം സ്ക്രീനുകളിൽ ചിത്രം പ്രദർശനത്തിനെത്തി. മുൻപ് റിലീസ് ചെയ്ത പല ആനിമേഷൻ ചിത്രങ്ങൾക്കും ലഭിക്കാതിരുന്ന വലിയ സ്ക്രീൻ കൗണ്ട് കൂടിയാണിത്. ഡീമൺ സ്ലെയറിൻ്റെ വിജയം അപ്രതീക്ഷിതമല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ ആനിമേഷൻ ചിത്രങ്ങൾ ഒരു ചെറിയ വിഭാഗം പ്രേക്ഷകരിലേക്ക് ഒതുങ്ങിയിരുന്നു. 2022 റിലീസ് ചെയ്ത ജുജുത്സു കൈസറോ എന്ന ആനിമേഷൻ ചിത്രം 4 ദിവസം കൊണ്ട് 4.85 കോടി രൂപയായിരുന്നു നേടിയത്. അതേസമയം ലോകമെമ്പാടും വൻ വിജയമായിരുന്ന സുസുമെ എന്ന ചിത്രം ഇന്ത്യയിൽ ഏകദേശം 1 കോടി രൂപ പോലും നേടിയിരുന്നില്ല. എന്നാൽ 2023 സുസുമെ 10 കോടി രൂപയുടെ കളക്ഷൻ നേടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിറ്റ് ആനിമേഷൻ ചിത്രമെന്ന റെക്കോർഡ് സ്ഥാപിച്ചു. ഈ റെക്കോർഡ് ഡീമൺ സ്ലെയർ മറികടന്ന് കഴിഞ്ഞു. ഇന്ത്യൻ വിപണിയിൽ ആനിമേഷന് ഒരു വലിയ സാധ്യതയുണ്ടെന്ന് ഈ ചിത്രങ്ങൾ തെളിയിച്ചു. പ്രത്യേകിച്ചും COVID-19 മഹാമാരിക്ക് ശേഷമുണ്ടായ മാറ്റങ്ങൾ ഈ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. ലോക്ക്ഡൗൺ സമയത്ത് OTT പ്ലാറ്റ്ഫോമുകൾ വഴി ആനിമേഷൻ കണ്ടു തുടങ്ങിയ വലിയൊരു വിഭാഗം പ്രേക്ഷകർ ഇന്ത്യയിൽ രൂപപ്പെട്ടു. ഇവരിപ്പോൾ തങ്ങളുടെ ഇഷ്ടചിത്രങ്ങൾ ബിഗ് സ്ക്രീനിൽ കാണാൻ ആവേശത്തോടെ എത്തുന്നുണ്ട്. ഇന്ത്യയിലെ ആനിമേഷൻ വിപ്ലവത്തിന് പിന്നിൽ നിരവധി കാരണങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് OTT പ്ലാറ്റ്ഫോമുകളുടെ സ്വാധീനം. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം വീഡിയോ, ക്രിഞ്ചറോൾ തുടങ്ങിയ ഓൺലൈൻ സ്ട്രീമിംഗ് സേവനങ്ങൾ ആനിമേഷൻ ചിത്രങ്ങൾക്കും സീരീസുകൾക്കും ഇന്ത്യയിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു. വിവിധ ഭാഷകളിലെ സബ്ടൈറ്റിലുകളും പ്രാദേശിക ഭാഷകളിലെ ഡബ്ബിങ്ങും കൂടുതൽ പ്രേക്ഷകരിലേക്ക് ആനിമേഷൻ ചിത്രങ്ങളെ എത്താൻ സഹായിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ട്വിറ്റർ തുടങ്ങിയവയുടെ പങ്ക് നിർണായകമാണ്. ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ രൂപം കൊണ്ട ആനിമേഷൻ ഫാൻ കമ്മ്യൂണിറ്റികൾ വളരെ ശക്തമായി വളർന്നു. ചിത്രങ്ങളുടെ റിലീസ് തീയതികൾ, പ്രീസെയിൽ ടിക്കറ്റുകൾ, ഫാൻ മീറ്റുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ കൂട്ടായ്മകൾ വഴി അതിവേഗം പ്രചരിച്ചു. ഇത് പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് ആകർഷിച്ചു. യുവതലമുറയിലെ പ്രേക്ഷകരുടെ വർദ്ധിച്ച താല്പര്യവും ആനിമേഷൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. ആനിമേഷൻ ചിത്രങ്ങൾ നൽകുന്ന വ്യത്യസ്തമായ കഥകളും ആഴത്തിലുള്ള കഥാപാത്രങ്ങളും അവർക്ക് ആകർഷകമായി തോന്നി. പരമ്പരാഗത സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായൊരു ദൃശ്യാനുഭവം ആനിമേഷൻ നൽകുന്നുണ്ട്. കൂടാതെ സിനിമാ വിപണിയിലെ വിദഗ്ധനായ ഗിരീഷ് വാങ്കഡെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കുറഞ്ഞ ടിക്കറ്റ് നിരക്കുകളും ഒരു പ്രധാന ഘടകമാണ്. പലപ്പോഴും മോർണിംഗ് ഷോകൾക്ക് ടിക്കറ്റ് നിരക്ക് കുറവായിരിക്കും. ഇത് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും കുറഞ്ഞ ചെലവിൽ സിനിമ കാണാൻ അവസരം നൽകുകയും തിയേറ്ററിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുകയും ചെയ്തു. ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിലിൻ്റെ കഥാപശ്ചാത്തലം ചിത്രത്തിൻ്റെ സാമ്പത്തിക വിജയത്തിനുപരി പ്രേക്ഷകരെ ആകർഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. പ്രശസ്ത മാംഗ സീരീസായ ഡീമൺ സ്ലെയർ കീമറ്റ്സു നോ യൈബയുടെ തുടർച്ചയാണ് ഈ ചിത്രം. 1910കളിൽ ജപ്പാനിൽ നടക്കുന്ന കഥയാണിത്. മാതാപിതാക്കളെ കൊന്ന പിശാചുക്കളോട് പോരാടാൻ ഇറങ്ങിത്തിരിക്കുന്ന ടാൻജിറോ കമാൻഡോ എന്ന നായകനാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം. ടാൻജിറോയുടെ അനുജത്തി നെസുഗോ ഒരു ഡീമണായി മാറിയെങ്കിലും മനുഷ്യത്വം പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ല. സഹോദരിയെ വീണ്ടും മനുഷ്യനാക്കാനും കുടുംബത്തിൻ്റെ കൊലപാതകികൾക്ക് പകരം വീട്ടാനും വേണ്ടിയുള്ള
ടാൻജിറോയുടെ യാത്രയാണ് ഇതിവൃത്തം. ഇൻഫിനിറ്റി കാസൽ എന്ന ഈ പുതിയ ചിത്രം ഡീമൺ സ്ലെയർ കോർപ്പറേഷന്റെ ഏറ്റവും ശക്തരായ പോരാളികളായ ഹാഷിറകളുടെ പരിശീലന ക്യാമ്പിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. പ്രധാന വില്ലനായ മുസാർ കിബുത്സിജിയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ടാൻജിറോയും മറ്റ് പോരാളികളും ഹാഷിറകളിൽ നിന്ന് പരിശീലനം നേടുന്നതാണ് ചിത്രത്തിന്റെ പ്രധാന ഭാഗം. ഇതിലെ ആക്ഷൻ രംഗങ്ങളും ആകർഷകമായ ആനിമേഷൻ ശൈലിയും പ്രേക്ഷകരെ ആവേശത്തിലാഴ്ത്തി. ഹറുവോ സൊട്ടാസാക്കിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നാണ് ഡീമൺ സ്ലെയർ സീരീസിലെ മുൻ ചിത്രമായ മുഗൾ ട്രെയിൻ. ഇന്ത്യയിലും ഈ തരംഗം തുടർന്നാൽ വരും വർഷങ്ങളിൽ കൂടുതൽ ആനിമേഷൻ ചിത്രങ്ങൾ നമ്മുടെ തിയേറ്ററുകളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ജപ്പാനിലെ ഒരു സാംസ്കാരിക പ്രതിഭാസം ഇപ്പോൾ ഇന്ത്യൻ സിനിമാ ലോകത്തും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്.